ഞാൻ നിരവധി പ്രോഗ്രാമുകളിൽ പദ്ധതികളിലുള്ള കുഴപ്പങ്ങളും നന്മയും തിന്മയൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്. നല്ല റീച്ചുമായിട്ടുണ്ട്, ഒരുപാട് ആളുകൾ കാണുന്നുണ്ട്. പക്ഷേ അപ്പോഴൊക്കെ പല ആളുകളും എന്നെ വിളിച്ച് ക്ഷേമ പെൻഷനുകളെക്കുറിച്ചും പെൻഷനുകളെക്കുറിച്ചും എന്നോട് ചോദിക്കാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ എന്ന് പറയുന്നൊരു സംവിധാനമുണ്ട്. സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ എന്ന് പറഞ്ഞാൽ വില്ലേജ് ഓഫീസ് മുതൽ സെക്രട്ടേറിയറ്റ് വരെയുള്ള പക്കാ സർവീസ്, അതായത് ഗവൺമെൻറ്റിൻ്റെ പക്കാ ഉദ്യോഗസ്ഥർ ആയിട്ടുള്ള PSC വഴിയൊക്കെ അപ്പോയിൻമെൻറ്റ് വരുന്ന, അല്ലെങ്കിൽ പണ്ട് കാലത്ത് എംപ്ലോയ്മെൻറ്റ് വഴി എടുത്തിട്ടുള്ള, അല്ലെങ്കിൽ മറ്റ് ചില സ്ഥാപനങ്ങളിലാണ് ചിലപ്പോൾ നേരിട്ടൊക്കെ എടുത്തിട്ട് പിന്നീട് പെർമനൻ്റ് ആക്കുന്ന, അങ്ങനെയൊക്കെ വരുന്ന പക്കാ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വരുന്ന ആളുകൾക്കാണ് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ ഉള്ളത്. അവർക്ക് നല്ല പെൻഷൻ ഉണ്ട്. അവരുടെ ശമ്പളത്തിൻ്റെ കണക്കാക്കിയിട്ട് അവർക്ക് പെൻഷൻ ഉണ്ട്. ഗ്രാറ്റുവിറ്റി ശമ്പളം എല്ലാം അവിടെ കണക്കാക്കിയിട്ട് നല്ല പെൻഷൻ അവർക്ക് കിട്ടും. അത് കഴിഞ്ഞാൽ മിനിമം പെൻഷൻ എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട്. 16-18 വർഷമൊക്കെ സർവീസ്, ഇപ്പോൾ 40 വയസ്സിൽ കയറി 56 വയസ്സിൽ ഇറങ്ങിയാൽ അവർക്ക് മിനിമം പെൻഷൻ മാത്രമേ കിട്ടുകയുള്ളൂ. അത് 12,500 രൂപയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുപോലൊരു എമൗണ്ടാണ് അവർക്ക് കിട്ടുന്നത്. അവർക്ക് മറ്റ് പല ആനുകൂല്യങ്ങളും കിട്ടുന്നതിൽ ബുദ്ധിമുട്ടുണ്ട്. ഇനിയൊരു വിഭാഗം ആളുകളുണ്ട്, EPF കിട്ടുന്നവർ. സംസ്ഥാനത്തെ ഗവേഷണ സ്ഥാപനങ്ങൾ, CWRDM അതുപോലെ തുടങ്ങിയിട്ടുള്ള നിരവധി ഗവേഷണ സ്ഥാപനങ്ങളുണ്ട്. TBGRI, കേരള സ്റ്റേറ്റ് റിമോട്ട് സെൻസിങ് ആൻഡ് എൻവയോൺമെൻറ്റ് സെൻറ്റർ, CDS, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള രാജീവ് ഗാന്ധി സെൻറ്റർ വേറെ കേന്ദ്ര ഗവൺമെൻറ് ഏറ്റെടുത്തു, സെസ്സും കേന്ദ്ര ഗവൺമെൻറ് ഏറ്റെടുത്തു. ബാക്കി കേന്ദ്ര ഗവൺമെൻറ് ഏറ്റെടുക്കാത്ത ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. അവിടെയെല്ലാം EPF ആണുള്ളത്, എംപ്ലോയീസ് പ്രൊവിഡൻറ്റ് ഫണ്ടാണുള്ളത്. അതും ഒരു തരത്തിലൊരു പെൻഷൻ എമൗണ്ട് തന്നെയാണ്. പക്ഷേ വളരെ നാമമാത്രമായ തുകയെ അവർക്ക് കിട്ടത്തുള്ളൂ. അത് കേട്ടാൽ സങ്കടം തോന്നും. പലർക്കും അണ്ടി ഓഫീസിൽ കിട്ടുന്ന, അല്ലെങ്കിൽ കശുവണ്ടി ഓഫീസിൽ കിട്ടുന്ന, വനിതകൾക്ക് കിട്ടുന്ന പൈസയൊക്കെ പല ഗവേഷണ സ്ഥാപനത്തിലും പണിയെടുക്കുന്ന ആളുകൾക്ക് കിട്ടും. പക്ഷേ അവർക്ക് 60 വയസ്സ് സർവീസ് ഉണ്ടെന്നാണ് വേറൊരു. എന്നാൽ 56 വയസ്സിൽ പിരിച്ചു വിട്ട കഥകളൊക്കെ ഒരുപാടുണ്ട്. 56-58 ഒക്കെ പറഞ്ഞു വിട്ട ഒരുപാട് കഥകളുണ്ട്. അത് പോട്ടെ. പിന്നെയാണ് നമ്മൾ EPF-നകത്ത് വരുന്നതാണ് കശുവണ്ടി തൊഴിലാളികൾ, മറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ 21,000 രൂപ വരെ വരുമാനമുള്ളവർ. 21,000-ന് അപ്പുറമായ പറ്റത്തില്ല. അത് 25,000 ആക്കാൻ വേണ്ടി ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് തീരുമാനിക്കുന്നുണ്ട്. അങ്ങനെ വന്നാൽ 25,000 രൂപ വരെ ഉള്ളവർക്ക് പെൻഷൻ കിട്ടും. ബാക്കിയുള്ള 21,000 രൂപ വരെ ഉള്ളവർക്കാണ് പെൻഷൻ കിട്ടുക. ഇനി അടുത്തൊരു വിഭാഗമാണ് വളരെ കഷ്ടപ്പെടുന്ന മറ്റൊരു വിഭാഗം. അതെന്ന് പറയുന്നത് ക്ഷേമനിധി ബോർഡുകളാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ക്ഷേമനിധി ബോർഡുകളുള്ളത് കേരളത്തിലാണ്. ബീഡി തൊഴിലാളികളുടെ ക്ഷേമനിധി ബോർഡ്, കെട്ടിട നിർമ്മാണ തൊഴിലാളികളുടെ ക്ഷേമനിധി ബോർഡ്, അങ്കണവാടി ക്ഷേമനിധി ബോർഡ്, പിന്നെ അങ്ങനെ തുടങ്ങി കൈത്തറി തുടങ്ങി കള്ള് വ്യവസായത്തിൽ നിന്ന് അങ്ങനെ ഓരോ ഇടത്തിലും തൊഴിലെടുക്കുന്നവർക്ക് ഒരു ക്ഷേമനിധി ബോർഡ് രൂപീകരിച്ചിരിക്കും. ക്ഷേമനിധി ബോർഡ് രൂപീകരിക്കുമ്പോൾ ചെറിയ പൈസ, ചെറിയ തുക ഈ ക്ഷേമനിധി ബോർഡിലെ അംഗങ്ങളാവുന്നവരിൽ നിന്ന് വാങ്ങും. എന്ന് പറഞ്ഞാൽ ആ തൊഴിലെടുക്കുന്നവരാണ്. അതിൻ്റെ ജീവനക്കാരിൽ നിന്ന്, ആ തൊഴിലെടുക്കുന്നവരിൽ നിന്ന് ചെറിയ തുക മേടിക്കും. ആ തുകയോടൊപ്പം സർക്കാർ ചില ഗ്രാൻറ്റുകൾ കൂടി ഇടും. അതിന് പല വിധത്തിൽ പല രൂപത്തിലുള്ള മാറ്റവും വരുത്തിയിട്ടുണ്ട്. ഒരാൾ 100 രൂപ ഇട്ടാൽ 100 രൂപയെ സർക്കാർ ഇടുന്ന സ്കീമുകളുണ്ട്, പല സ്ഥാപനങ്ങളിലുണ്ട്. അത് 100 രൂപ സർക്കാർ ഇട്ടാൽ, തൊഴിലാളി ഇട്ടാൽ, ജീവനക്കാരൻ ഇട്ടാൽ, അല്ലെങ്കിൽ ജീവനക്കാരി ഇട്ടാൽ 100 രൂപ സർക്കാർ ഇടും. പക്ഷേ അത് മാറി 50% പോയി. 100 രൂപ ഒരാൾ ഇട്ടാൽ, അല്ലെങ്കിൽ 500 രൂപ ഒരാൾ ഇട്ടാൽ, ഒരു തൊഴിലാളി ഇട്ടാൽ, ജീവനക്കാർ ഇട്ടാൽ 250 എവിടെ ഇടുള്ളൂ. ആദ്യം 500 ഇട്ടുകൊണ്ടിരുന്നു, പിന്നെ 250. പിന്നെ പല വിഷയങ്ങളിലും അത് 20%-ലേക്കൊക്കെ പോയിട്ടുണ്ട്. ഇപ്പോൾ 20 കൊടുക്കും. പിന്നെ ഇതിനകത്തുള്ള പ്രശ്നം, ഇടയ്ക്ക് ഗ്രാൻറ്റ് കൊടുത്താൽ, ഈ 20% ഗ്രാൻറ്റ് കൊടുത്താലേ അവർക്ക് പെൻഷൻ കൊടുക്കാൻ പറ്റുകയുള്ളൂ. ഇതൊരു വലിയ വിഷയമാണ്. പിന്നെ അപ്പോൾ അതുകൊണ്ട് തന്നെ പെൻഷൻ കൊടുക്കാത്തതുകൊണ്ട്, ഗ്രാൻറ്റ് കൊടുക്കാത്തതുകൊണ്ട് പെൻഷൻ കൂട്ടി കൊടുക്കാനും പറ്റുന്നില്ല. അപ്പോൾ പിന്നെ ഇവരുടെ പെൻഷൻ തുക കൂട്ടാനും പറ്റുന്നില്ല. അപ്പോൾ പെൻഷൻ തുക അതേസമയം മറ്റവർക്ക് അങ്ങനെയല്ല. സർക്കാർ ജീവനക്കാർക്ക് ശമ്പള പരിഷ്കരണം കൂട്ടുമ്പോൾ, അല്ലെങ്കിൽ DA കൂട്ടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പെൻഷൻകാർക്കും കൂടും. അത് വേണോ വേണ്ടേ എന്നുള്ളതൊക്കെ സമൂഹം ചർച്ച ചെയ്യണം. എനിക്ക് അതിനകത്ത് അഭിപ്രായമൊന്നുമില്ല. പക്ഷേ എന്തായാലും ഏറ്റവും സുരക്ഷിതമായി പെൻഷൻ വാങ്ങുന്നത് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ വാങ്ങുന്ന, ഞാൻ ഈ പറഞ്ഞ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ജോലി ചെയ്യുന്നവരാണ്. അവർക്ക് 2 തരത്തിലുള്ള പെൻഷനുണ്ട്, 2 തരത്തിലുള്ള ഒരു സഹായമുണ്ട്. ജോലി ശമ്പളം, അത് കഴിഞ്ഞാൽ അവർക്ക് പെൻഷൻ കിട്ടുന്നു. ജോലിയിലിരിക്കുന്നവർക്ക് എന്തെങ്കിലും ആനുകൂല്യം കൊടുക്കുമെങ്കിൽ അതിൻ്റെ സമാന്തരമായിട്ടുള്ള പെൻഷൻ ആർക്കും കിട്ടും, പെൻഷൻ പറ്റിയവർക്കും കിട്ടും. അതാണ് ഒരു വ്യവസ്ഥ. പിന്നെ ഞാൻ ഈ പറഞ്ഞ EPF-ൻ്റെ കഥ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ ക്ഷേമനിധി ബോർഡുകളുടെ കഥ പറഞ്ഞു. EPF-ലാണെങ്കിൽ കിട്ടുന്നുണ്ട് എല്ലാവർക്കും, പക്ഷേ വളരെ നാമമാത്രമായ തുകയുള്ളൂ. പക്ഷേ 21,000 രൂപ വരെ ശമ്പളം ഉള്ളവർക്കേ ഉള്ളൂ. 22,000 ഇപ്പോൾ പല കോളേജിലോ അല്ലെങ്കിൽ സ്ഥാപനങ്ങളിലൊക്കെ 21,000 എന്നുള്ളത് കയറുമ്പോൾ 21,000 ആയിരിക്കും. പക്ഷേ ഇൻക്രിമെൻറ്റ് വന്ന് 22, 23 ആയിപ്പോയാൽ അവിടെ EPF-ൽ 21,000-ന് താഴെ ആയിരിക്കണം. 21 ആയിപ്പോയാൽ കിട്ടത്തില്ല. 20,999 വരെയാണെങ്കിൽ കിട്ടും. 21,000 ആയിപ്പോയാൽ കിട്ടത്തില്ല, സീലിംഗ് ആവും. അപ്പോൾ അങ്ങനെയുള്ള വിഭാഗക്കാർ. പിന്നെ ക്ഷേമനിധി ബോർഡുകൾ, 31 ബോർഡുകളുണ്ട്. അവരുടെ കഷ്ടപ്പാടുകൾ ഇതെല്ലാം കൂടി ചേർന്നതാണ് പെൻഷൻ. അതുകൊണ്ട് ആളുകൾ പെട്ടെന്ന് കേൾക്കുമ്പോൾ പെൻഷൻ എന്ന് പറഞ്ഞ് ബഹളമുണ്ട്. പിന്നെ ഒരു സാമൂഹ്യ പെൻഷൻ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. അതാണ് 10-65 ലക്ഷം ആളുകൾ കിട്ടുന്ന ഒരു സാമൂഹ്യ പെൻഷൻ, അതും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ അത് 60 വയസ്സ് കഴിഞ്ഞവർക്ക്, വിധവകളായിട്ടുള്ളവർ, അങ്ങനെ ജോലി കഷ്ടപ്പെടുന്നവർ, ഭിന്നശേഷിക്കാർ, അങ്ങനെയുള്ള കുറേ ആളുകൾക്ക് കൊടുക്കുന്ന ഒരു 10-65 ലക്ഷം ആളുകൾക്ക് കൊടുക്കുന്ന ഒരു പെൻഷൻ സ്കീം. അങ്ങനെ വിവിധ തരത്തിൽ കാലാകാലങ്ങളിലായി ചെറിയ തോതിൽ തുടങ്ങി പെൻഷൻ സ്കീമുകൾ തുടങ്ങി ഇന്ന് വലിയൊരു
ബാധ്യതയായി തന്നെ സർക്കാർ നിൽക്കുന്നു. പക്ഷേ സർക്കാരിന് പുരോഗമന സർക്കാരാണ്, വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ്, കൊടുക്കാതിരിക്കാൻ കഴിയത്തില്ല. അപ്പോൾ തീർച്ചയായിട്ടും പിന്നെ ആളുകളുടെ സാധാരണക്കാർക്ക് ഇത് കൊടുക്കണം. പാവപ്പെട്ട ആളുകളാണ്, 10 വർഷം 20 വർഷം 30 വർഷമൊക്കെ ജോലി ചെയ്തവരുണ്ട്, 40 വർഷം ജോലി ചെയ്തവരുണ്ട്. ഒരു ക്ഷേമനിധി ബോർഡിൽ പോയി 40 വർഷം ക്ഷേമനിധി ബോർഡിലുള്ള ഒരു സംവിധാനത്തിൽ 40 വർഷം ജോലി ചെയ്തതിന് ശേഷം അവർക്ക് വളരെ നാമമാത്രമായ തുച്ഛമായ പൈസ 2000 2500 പിന്നെ 1500 ഒക്കെ കിട്ടുന്നു എന്ന് പറഞ്ഞാൽ വളരെ കഷ്ടമാണ്. അപ്പോൾ അതൊരു വലിയ വിഷയമാണ്. ഇപ്പോൾ അതുകൊണ്ട് തന്നെ എന്തായാലും ക്ഷേമ പെൻഷനുകളുടെ മൊത്തം കഥ ഇതാണ്. കേരളത്തിലെ പെൻഷൻകാരുടെ ഒരു കഥ ഇതാണ്. നിങ്ങളെല്ലാവരും ഇത് അറിഞ്ഞിരിക്കണം. ഇത് അറിഞ്ഞുകൊണ്ട് വേണം സർക്കാരിലേക്ക് നമ്മൾ സമ്മർദ്ദപ്പെടുത്തുന്നതായാലും നമ്മൾ ഇടപെടുന്നതായാലും. കാരണം ക്ഷേമ പെൻഷനിലുള്ളവർക്ക് ഡയറക്റ്റ് ബഡ്ജറ്റ് പ്രൊവിഷൻ അല്ല, അതേസമയം ഗ്രാൻഡ് ഇടയ്ക്കിടയ്ക്ക് കൊടുക്കും. അപ്പോൾ അത് സർക്കാരിൻ്റെ ഒരു വിവേചനാധികാരമാണ്. കൊടുക്കുന്ന വർഷങ്ങളുമുണ്ട്, കൊടുക്കാത്ത സമയമുണ്ട്. അതൊക്കെ പല തരത്തിലാണ് ഈ കാര്യങ്ങൾ വന്നിരുന്നത്. ഇതെല്ലാവരും ഒന്ന് മനസ്സിലാക്കിയിരിക്കുക.